ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार. പ്രിയമുള്ള കിസാൻ വാണി ശ്രോതാക്കളെ, പള്ളിവാസൽ പഞ്ചായത്തിലെ തോക്കുപാറയിൽ ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപാദനത്തിലും വിപണനത്തിലും ശ്രദ്ധിക്കുന്ന വനിതാ സംരംഭകയും വീട്ടമ്മയുമായ ശ്രീമതി സലോമി ദേവസിക്കുട്ടി ഇടപ്പുളവനുമായുള്ള അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ. കാർഷിക രംഗത്ത് സംരംഭങ്ങളുടെ പ്രസക്തി വളരെ വലുതാണ്. വർഷങ്ങളായിട്ട് തന്നെ സംരംഭം നടത്തിക്കൊണ്ട് മാതൃകാപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചെറുകിട സംരംഭകയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള ശ്രീമതി സലോമി ദേവസിക്കുട്ടി. തോക്കുപാറയിലെ ഒരു കർഷക വനിതയാണ്. അതോടൊപ്പം തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സംരംഭ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. നമസ്കാരം. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? നമുക്ക് കുടുംബശ്രീയുടെ കീഴിൽ ഒരു സംരംഭമുണ്ട്. അത് നമുക്ക് സംരംഭം നടത്തിക്കൊണ്ട് ആദ്യമേ തന്നെ ക്ലാസ് നമ്മുടെ തോക്കുപാറ കൃഷിഭവനിലെ മുൻ കൃഷി ഓഫീസർ സിജി മാഡമാണ്. അപ്പൊ അവരുടെ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് ക്ലാസ് തൊടുപുഴ വെച്ച് നടന്നു. അവിടെ നമ്മൾ അത്യാവശ്യം അച്ചാറൊക്കെ ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവര് തുടർന്ന് നമുക്ക് അതിന് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളെല്ലാം തന്നു. അപ്പൊ അത് തുടർന്ന് ഞങ്ങള് തന്നെ അവര് ചക്കയുടെ ഒരു ഉൽപ്പന്നമാണ് കാണിച്ചു തന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ജാതിക്ക വെച്ചും അങ്ങനെ നമുക്ക് പാഴായി പോകുന്ന വസ്തുക്കളെല്ലാം വെച്ച് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ കൊടുത്ത് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ നമ്മുടെ അടിമാലി AD ഓഫീസിന്റെ മേൽനോട്ടത്തിൽ ഞങ്ങളെ ഏറ്റവും നല്ല ഗ്രൂപ്പായിട്ട് തെരഞ്ഞെടുത്തു. ഗ്രൂപ്പിന് പേരുണ്ടായിരുന്നു? മിന്നാരം ഫുഡ് പ്രോഡക്റ്റ് എന്നാണ് ഗ്രൂപ്പിന്റെ പേര്. അപ്പൊ ഞങ്ങൾ 4 പേരായിരുന്നു അതിനകത്ത്. അപ്പൊ ഞങ്ങളെ തെരഞ്ഞെടുത്തിട്ട് ഞങ്ങൾക്കൊരു അവാർഡൊക്കെ തന്നു 2018. വണ്ടിപ്പെരിയാർ വെച്ചിട്ടായിരുന്നു 3 ദിവസത്തെ പ്രോഗ്രാം. അപ്പൊ അതിന് മുമ്പൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ആ ഒരു സമയത്ത് 2015 ക്യാൻസർ രോഗം വന്നിരുന്നു. അപ്പം വന്ന് ചികിത്സയെല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ മൊത്തം പോയായിരുന്നു. അപ്പൊ അതിനുശേഷം എന്താ പറയുക, കട്ട സപ്പോർട്ടുമായിട്ട് എന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ട്, ജീവനായിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് ഈ അവാർഡ് മേടിക്കാനൊക്കെ പോയി 3 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം സ്റ്റാളൊക്കെ ഇട്ടിട്ട് അപ്പൊ കുറെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുപോയി. 2 ദിവസം ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. അപ്പൊ നമുക്ക് 25,000 രൂപയും സാക്ഷ്യപത്രം, ട്രോഫി ഒക്കെ അവിടെ നമുക്ക് കിട്ടി. അപ്പൊ അത് വളരെ പ്രചോദനമായി നമുക്ക്. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നമുക്ക് അവിടെ നിന്ന് ഒരു ചെറിയൊരു എമൗണ്ട് ധനസഹായം കൃഷി വകുപ്പിന്റെ കീഴിൽ നിന്ന് കിട്ടി. അതേ തുടർന്ന് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ അതിനനുസരിച്ച് അപ്പൊ ചക്കയുടെ മുള്ളു മുതൽ എല്ലാം ഉൽപ്പന്നമാക്കി, മുള്ള് ദാഗശമിനിയാക്കി, പിന്നെ ചക്ക വറുത്തത്, അതിനേക്കാൾ ഇടിച്ചക്ക കട്ട്ലൈറ്റ്, ചക്കക്കുരു വേസി എന്ന് പറഞ്ഞാൽ കുറെ ഉൽപ്പന്നങ്ങളുണ്ട്. അവലൂസ് പൊടി, പിന്നെ കട്ട്ലൈറ്റ്, ലഡു, അതങ്ങനെ എല്ലാം തന്നെ ഇതാണ്. അപ്പൊ ഈ കട്ട്ലേറ്റും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കടകളിൽ. പിന്നെ ജാതിക്ക തൊണ്ട് വെച്ചിട്ട് ലഡു, ജാതിക്കയുടെ സ്ക്വാഷ്, ജാതിക്ക പായസം വരെ വെച്ച് ഞാൻ. അപ്പൊ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഓണത്തിനൊരു മത്സരം ഉണ്ടായിരുന്നു, ഫുഡ് ഫെസ്റ്റ്. അപ്പോൾ അതിന് ഞാനൊരു ജാതിക്ക വെച്ചതിന് 7 ഐറ്റം ഉണ്ടായിക്കൊണ്ടുപോയി. ജാതിക്ക മിക്സർ, അതുപോലെ ചക്കക്കുരു മിക്സർ, ചക്കയുടെ മിക്സർ. സമയക്കുറവ് മാത്രമേ ഉള്ളൂ നമുക്ക്. എന്തായാലും ഞാൻ ഇടപെട്ടോട്ടെ, കാരണം ഇത് കേട്ടപ്പോൾ തന്നെ വല്ലാതൊരു ആവേശം തോന്നുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ വൈവിധ്യമാർന്ന ഇനങ്ങളൊക്കെ ചക്ക കൊണ്ടും അതോടൊപ്പം തന്നെ ജാതിക്ക കൊണ്ടും ഒക്കെ
ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ട പ്രോത്സാഹനങ്ങൾ അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള അറിവൊക്കെ എവിടെ നിന്നാണ് കിട്ടാറ്? നമുക്ക് ഇതിന് തന്നെ KVK ഒരു മാഡം വന്ന് നമ്മൾ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ക്ലാസ് കിട്ടി. അപ്പൊ ജസ്റ്റ് ആദ്യത്തെ ഒരു ക്ലാസ് നമ്മൾ പങ്കെടുത്തോളൂ. അപ്പൊ അതിനുശേഷം പിന്നെ എല്ലാം നമ്മളും സ്വയത്തായിട്ട് ഓരോന്ന് ചെയ്ത് ഇപ്പൊ എല്ലാം സക്സസ് ആയി. അപ്പം പിന്നെ എല്ലാം നമ്മൾ കൃഷി ഓഫീസിൽ കൊടുക്കും. അപ്പൊ അവര് നല്ല യെസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാമല്ലോ. എത്ര വർഷം മുമ്പാണ് ഈ രംഗത്തേക്ക് കടന്നത്? അപ്പൊ ഒരു 10 വർഷം എന്ന് പറയാം. 10 വർഷം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 2015 സുഖമില്ലാതായത്. അത് കഴിഞ്ഞ് ഇങ്ങ് വന്നതിന് ശേഷം പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ എല്ലാ മേഖലയിലും പച്ചക്കറി കൃഷിയുണ്ട്, മത്സ്യമുണ്ട്, ആട്, കോഴി, പച്ചക്കറി എനിക്ക് ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത്തിരി കുറഞ്ഞു നിൽക്കുക കാരണം മഴ ആയതുകൊണ്ട്. ഒരു 2 മാസം മുമ്പ് ഒരു 25 കിലോ തക്കാളിയോളം പറിച്ചായിരുന്നു. പിന്നെ കോഴിയുണ്ട്, നാടൻ കോഴിയൊക്കെ ഉണ്ട്, മത്സ്യം ഉണ്ട്. എല്ലാം സപ്പോർട്ടീവായിട്ട് കൃഷി ഓഫീസർ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒന്നെങ്കിലും ബെന്നി സാറും സന്തോഷ് സാറും എല്ലാം വളരെ കട്ട സപ്പോർട്ടാണ്. എന്തായാലും മറ്റൊരു കാര്യം കൂടിയിട്ട് താങ്കൾ അനുബന്ധമായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ രോഗബാധിതയായിരുന്നു, അതിൽ നിന്നും എല്ലാം ഒരു ഉന്മേഷം, എനിക്ക് കരുത്തുണ്ടായത് ഈ കൃഷിയാണെന്ന് അല്ലെ, അല്ലെങ്കിൽ കാർഷിക സംരംഭങ്ങൾ. തീർച്ചയായിട്ടും ഞാൻ രോഗം വന്നെന്ന് ഇപ്പൊ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തൊരു കേസാണ്. കാരണം അതൊരു പണ്ടൊക്കെ മാരക രോഗം എന്ന് പറയെങ്കിലും ഇപ്പൊ അത് സിമ്പിൾ, എന്നെ സംബന്ധിച്ച് സിമ്പിളാണ്. ഞാൻ ആരോടും പറയാറില്ല. എനിക്കതൊരു സഹതാപം ഇഷ്ടമില്ല. അറിയാവുന്നവർക്ക് അറിയാമെന്നല്ലാതെ ഞാൻ ആരോടും പറയാറില്ല. കീമോതെറാപ്പി എല്ലാം വേണ്ടി വന്നല്ലേ? എല്ലാം വേണ്ടി വന്നു. മുടിയെല്ലാം കൊഴിഞ്ഞു പോയി. പിന്നെ തീർച്ചയായിട്ടും അതിനെല്ലാം കട്ട സപ്പോർട്ടും താങ്ങും തണലുമായിട്ട് എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അതെപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അപ്പോഴും ഇപ്പോഴും കൃഷി കാര്യത്തിലാണെങ്കിലും എന്തിനാണെങ്കിലും ആദ്യമൊക്കെ ഇത്തിരി ദേഷ്യപ്പെടുമെങ്കിലും കാരണം ഏലം, ജാതി, കൊക്കോ എല്ലാം ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ, സപ്പോട്ട, മാവ്, റംബൂട്ടാൻ, ഓറഞ്ച് എല്ലാം തന്നെയുണ്ട്. എന്തോരുണ്ട് സ്ഥലം? നമുക്ക് 1 ഏക്കർ ഉള്ളൂ. അപ്പൊ ഒരു 700 ചെടി ഏലം ഉണ്ട് നമുക്ക്. അല്ലാതെ പിന്നെ നിലത്തും നമ്മൾ ചെയ്യുന്നുണ്ട് കൃഷി, മണ്ണിലും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ കുടുംബശ്രീയുടെ സെക്രട്ടറിയാണ്. പിന്നെ നമ്മളെ കോൺവെന്റ് കേന്ദ്രീകരിച്ചൊരു സംഘമുണ്ട്, അതിന്റെ സെക്രട്ടറിയാണ്. പിന്നെ ഇടയ്ക്ക് ഇത്തിരി തയ്യലുണ്ട്. പിന്നെ 2 കൊച്ചുമക്കളുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. സന്തോഷമായിട്ട് പോകുന്നു സാറേ. കാരണം നമ്മൾ അങ്ങനെ ഒരു സുഖമില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് വയ്യ എന്ന് ഞാൻ ചിന്തിക്കില്ല. ചിലപ്പം ക്ഷീണമൊക്കെ ഉണ്ടാവും, പക്ഷെ അത് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാമല്ലോ. എന്തെങ്കിലും പിന്നെ ഇച്ചിരി ക്ഷീണമൊക്കെ ആണെങ്കിലും മക്കളോടും പറയാമല്ലോ, ചേട്ടനോടൊന്നും പറയും. അപ്പൊ അത് എന്തായാലും പിറ്റേ ദിവസം അത് മാറിയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഇത് കഴിഞ്ഞേ പിന്നെ ആട്ടോ ഇച്ചിരിയുടെ ഒരു ബാക്കി ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടായില്ലേ, നമുക്കൊരു സ്വന്തം കാലിൽ നിന്ന് എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീമതി സലോമി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? ഉൽപ്പന്നങ്ങള് ഞാൻ കടയിൽ കൊടുക്കുന്നുണ്ട്. ഇത് ചിക്കൻ കട്ട്ലേറ്റ്, ബർഗർ, അങ്ങനെയുള്ള നമ്മള് ചിക്കൻ കട്ട്ലേറ്റ് ഡെയിലി കൊടുക്കുന്നുണ്ട്. പിന്നെ മൂന്നാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം വീട്ടിലിത്തിരി പിള്ളേര് ജോലിക്കൊക്കെ പോകുന്നു. അപ്പൊ അതുകൊണ്ട് കൊച്ചൊക്കെ ഉള്ളത് കൊണ്ട് മൂന്നാറിലെ ഇപ്പൊ ഞങ്ങൾ വിട്ടു. അപ്പം ഇച്ചിരി ആക്റ്റീവായ ഒരാളെ കൂടെ കൂട്ടിയിട്ട് കൊണ്ടേ കൊടുക്കാൻ, നമുക്ക് ഉണ്ടാക്കുന്നതിനല്ല കൊണ്ടേ കൊടുക്കാനും കൂടെ ഒരാൾ ഉണ്ടാവണം. പിന്നെ KVKയുടെ സപ്പോർട്ട് കിട്ടി, പരിശീലനം കിട്ടിയെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ പ്രൊഡക്റ്റ് ഫൈനലാണോ, ഇത് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. ഇപ്പൊ കട്ട്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫേമസാ. നമ്മൾ കൊടുക്കുന്നവരാരും ഇന്ന് വരെ മോശം പറഞ്ഞിട്ടില്ല. കാരണം കടയിൽ ഇപ്പൊ അവര് കൊണ്ട ചെല്ലാത്തൊരു കുഴപ്പമുള്ളൂ. ചിക്കന്, വെജ്, മീറ്റ്, ഫിഷ് അതെല്ലാം ഓർഡർ അനുസരിച്ചിട്ട് അവരുടെ ഇതനുസരിച്ചിട്ട് നമ്മളോട് പറയും. പിന്നെ ബർഗർ ആണെങ്കിലും അതിനകത്ത് വെച്ചിരുന്ന പച്ചക്കറിയെല്ലാം നമ്മുടെ സ്വന്തമായിരുന്നു. അപ്പൊ അതെല്ലാം നമുക്കത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിനൊരു ഭയങ്കര കാശിനെക്കാട്ടിലുപരി നമുക്കതൊരു ആളുകളെ അറിയാൻ പറ്റുന്നുണ്ട്, ആളുകളുമായിട്ട് ഇടപെടാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ ബാക്കി വരുന്ന സമയത്താണ് പച്ചക്കറി, കോഴി, മീന് എല്ലാം അങ്ങ് ഒന്നിനോടൊന്ന് അനുബന്ധിച്ച് പോകുന്നു. പിന്നെ അതിനിടയ്ക്ക് ജൈവവള കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ടാങ്ക് ഉണ്ടാക്കാൻ പോകുന്നു. പിന്നെ അതിനകത്ത് നമ്മൾ അടുക്കള വേസ്റ്റ് ആയിട്ട് വരുന്ന ഈ സബോള തൊലി, പിന്നെ വെളുത്തുള്ളി തുണ്ട്, മുട്ടത്തോട്, തേയിലച്ചണ്ടി, ഇതെല്ലാം കൂടെ ഇപ്പൊ ഞാനൊന്ന് പരീക്ഷിച്ചതാണത്. അപ്പൊ അതെല്ലാം കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ട് കുറച്ചായി കഴിയുമ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് മിക്സിയിൽ പൊടിച്ച് ഈ പച്ചക്കറിക്ക് ഇടുവാണെങ്കിൽ ഒത്തിരി രോഗബാധ കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിക്കും നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളല്ലേ? അതായത് തേയിലച്ചണ്ടി, മുട്ടത്തോട്, ഈ സവോളയും അതോടൊപ്പം തന്നെ ഉള്ളിയൊക്കെ അതിന്റെ തൊണ്ടുകളെല്ലാം കൂടെ ചേർത്തിട്ട് സാധാരണ ഇതിൽ അതെന്താ ചെയ്യുന്നത്, ഉണക്കി പിടിക്കണം. അത് നനവ് ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് കുറച്ച് ഇടുവാണെങ്കിൽ നല്ലതാണ്. പച്ചമുളകിനൊക്കെ നല്ല കായ്ഫലം ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നു. അപ്പൊ ജാതിക്ക കൊണ്ടും ചക്ക കൊണ്ടുമുള്ള ധാരാളം ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഇതൊക്കെ ഒരു പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും? എത്ര നാൾ ഇത് ഉപയോഗിക്കാൻ പറ്റും? നമുക്കത് പ്രിസർവ് ചെയ്ത് വെക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് പറ്റിയ ഒരു സാധന സാമഗ്രികളൊന്നും ഇല്ല. നമുക്ക് ടയറോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ സീസൺ സമയത്തുള്ള ഒരു ഇതേ പറ്റത്തുള്ളൂ നമുക്ക്. പിന്നെ ചക്കയുടെ ആണെങ്കിലും ഹലുവ, അങ്ങനെ കുറെ ഐറ്റങ്ങളുണ്ട്. അപ്പൊ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ അത്യാവശ്യം ഫ്രിഡ്ജിൽ വെക്കാവുന്നതേ വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റു കെമിക്കലുകളൊന്നും ചേർത്തല്ല നമ്മൾ ഫുഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സീസൺ സമയത്ത് കൊടുക്കുന്നു. ഒന്നും ചേർക്കാറില്ല, ഒരു സംഭവം ചേർക്കാറില്ല. ഇപ്പൊ ജാതിയുടെ സ്ക്വാഷ് ഉണ്ടാക്കിയാൽ അതിനകത്ത് നമ്മുടെ ഏലക്ക, ഗ്രാമ്പൂ, ഷുഗർ, അതിന്റെ തൊണ്ടിന്റെ ഇത് അതാ വെച്ചിട്ടുള്ള ഒരു ഇതുള്ളൂ. അപ്പൊ അത് വെച്ച് മിച്ചറും ഉണ്ടാക്കി, പൊട്ടറ്റോ മിച്ചർ, അങ്ങനെയെല്ലാം ഓരോരോ പരീക്ഷണങ്ങളെല്ലാം സക്സസ് ആവുന്നുണ്ട്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എല്ലാം എത്തിപ്പെടാൻ
ഇടാൻ പറ്റാത്തൊരു കുഴപ്പമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൊടുക്കാം, അതിനകത്തൊരു വിഷത്തിന്റെ ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ട് അത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം പൊതുവെ ഇപ്പോഴും നമുക്കറിയാം ചക്കയൊക്കെ ഇത്തരം ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളത് നിങ്ങളെ പോലുള്ളവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതൊക്കെ കുറച്ചൊക്കെ നമുക്കിപ്പോ വേസ്റ്റ് ഇല്ലാതെയൊക്കെ ചക്കയൊക്കെ എല്ലാവരും തന്നെ കൊണ്ടുപോകുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഹൈറേഞ്ചിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും ചക്ക പഴുത്ത് ഒക്കെ ചാടിപ്പോകുന്നുണ്ട് അല്ലേ ധാരാളം. കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. കാരണം വീട്ടിലെ പറമ്പിൽ ഒത്തിരി ഒക്കത്തിലുള്ള ചക്കയൊക്കെ ഇന്നലെ വന്ന് ആള് വന്നിട്ടിട്ട് പോയി. കാരണം അവിടെ ഇന്നലെ ഏലത്തിനകത്ത് ചാടുമ്പോൾ അതും ദോഷം ചെയ്യും. അപ്പൊ എന്നാലും എനിക്ക് ഇടാൻ പറ്റുന്നതൊക്കെ ചക്കക്കുരുവൊക്കെ ആണെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണങ്ങി വറുത്ത് പൊടിച്ചാണ് നമ്മൾ അവലൂസ് പൊടി ചക്കക്കുരുവിന്റെ ലഡുവൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ പുഴുങ്ങി അരച്ചിട്ടാണ് നമ്മൾ മിച്ചർ ഉണ്ടാക്കുന്നത്. അതൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പൊ അതിനകത്ത് മറ്റു സാധനങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ നല്ല ഇതായിട്ട് വേണം. പഞ്ചായത്ത് തലത്തിൽ നമ്മൾ ഇടിച്ചക്കട കട്ട്ലൈറ്റ് നമ്മുടെ മന്ത്രി ഒക്കെ വന്നപ്പോൾ കൊടുത്തു. അവരൊക്കെ അത് അങ്ങ് തിരുവനന്തപുരം വരെ കൊണ്ടുപോയി. പ്രസിഡന്റ് എപ്പോഴും പറയും നല്ല സൂപ്പർ ഇടിച്ചക്കൊക്കെ കട്ട്ലൈറ്റ് ഉണ്ടാക്കാവുന്ന ആദ്യമായിട്ടാണല്ലോ ചേച്ചി കാണിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക അവാർഡിന് തുല്യമായ വാക്കുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്തായാലും മിന്നാരം എന്ന് പറയുന്ന ഒരു മിന്നാരം എന്ന് പറയുന്ന കുടുംബശ്രീ കൂട്ടായ്മയിലൂടെയാണ് നമ്മൾ സംരംഭം ആരംഭിച്ചത്. അതിനാണ് ആദ്യമായിട്ട് അംഗീകാരമൊക്കെ കിട്ടിയത് അല്ലേ? കൃഷി വകുപ്പിന്റെ വലിയൊരു അംഗീകാരം വണ്ടിപ്പെരിയാറിൽ വെച്ചിട്ട് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ നിങ്ങൾ ഏറ്റുവാങ്ങി. ഇപ്പോ ആ കൂടെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള സംരംഭങ്ങളുണ്ടോ? അല്ല, ഞങ്ങൾ 4 പേരാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ കൂടുതൽ വർക്ക് വരുമ്പോൾ അവരെല്ലാവരോടും വരും. അവരും മറ്റു വേറെ ഓരോരോ പണികൾക്ക് പോകുന്ന ആളുകളാണ്. അപ്പൊ ഒത്തിരി വർക്കുകൾ വരുമ്പോൾ അവരും കൂടെ ഒന്നിച്ച് വന്നാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഏത് പ്രോഗ്രാം എന്നാലും കൃഷി സ്റ്റാളൊക്കെ ഇടാനുള്ള ഇതുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഈയിടെ ഞങ്ങൾ കഴിഞ്ഞ 6-7 മാസം മുമ്പ് തോന്നുന്നു പാറത്തോട് സ്കൂളിൽ വെച്ചിട്ട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തില് പള്ളിയുടെ പാരിഷ്കാളിൽ 2 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ എല്ലാം ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അവർ വോളിബോൾ കളിയൊക്കെ ഉണ്ടായിരുന്നു. രാത്രി 10 മണിയൊക്കെ. അപ്പൊ എല്ലാ സപ്പോർട്ടുമായിട്ട് ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. രാത്രി ഞങ്ങൾ വണ്ടിക്ക് പോകുന്നത് കട്ട്ലേറ്റും ഇടിച്ചക്കയുടെ പക്കോടയൊക്കെ ലൈവായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തു. നമുക്ക് ലാസ്റ്റ് മടുത്തു പോയി നമ്മൾ. കാരണം ആളുകൾ ചോദിക്കുന്നതനുസരിച്ച് നമുക്ക് പറ്റണില്ലേ. അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമായി. നമ്മൾ കാശല്ല അതിനകത്ത് നമ്മൾ മുഖ്യവേ. നമുക്കതൊരു ഭക്ഷ്യമേളകളിൽ നിങ്ങൾ പങ്കെടുക്കാറുണ്ടല്ലേ? ഭക്ഷ്യമേളകളിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ലൈവായിട്ട് തന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അല്ലെ? ഇപ്പൊ എനിക്ക് തോന്നുന്നു നല്ലപോലെ ഒരു മാർക്കറ്റിംഗ് കൂടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഗുണനിലവാരത്തോടു കൂടി തന്നെ ആളുകൾക്ക് ഡോർ ടു ഡോർ എത്തിക്കാൻ പറ്റും. അതിനുള്ള ഒരു ശൃംഖല സംവിധാനങ്ങൾ ഇത്തിരി കുറഞ്ഞു നിൽക്കുന്നത്. നമുക്ക് അത് ഇവിടെ തന്നെ വിറ്റ് പോകാനുള്ളൊരു ഇത് പഞ്ചായത്ത് തലത്തിലും ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്കൊരിത് പറയുമ്പോൾ അവര് ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയും കൂടി ഇപ്പം എവിടെയൊക്കെ കടയിടാനൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് കടയിടാനൊന്നും പറ്റുന്നില്ല. നമുക്ക് ഉണ്ടാക്കാം, കൊണ്ടേ കൊടുക്കും. ഇപ്പൊ മൂന്നാറിലേക്കൊക്കെ ചെല്ലാൻ അവർ പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഓണത്തിനോടനുബന്ധിച്ച് പിന്നെ ചക്കയുടെ തന്നെ ചിപ്സ് കാര്യങ്ങൾ മടൽ വരെ നമുക്ക് അതിനകത്ത് ബജി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സീസൺ കഴിയുമ്പോൾ നമുക്ക് ഒരു 6 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതാണ് അപ്പൊ അത് ഇണക്കി വെക്കാനുള്ള ട്രയർ സംവിധാനമൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ വെച്ചാൽ കറണ്ടിന്റെ അല്ല, ഈ വിറക് വെച്ചിട്ടുള്ള ഡ്രയർ ഉണ്ടെന്ന് പറയുന്നത് മൊബൈലിലും ഫേസ്ബുക്കിൽ കണ്ടതാ. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. തേങ്ങ ചകിരി എന്ത് വേണേലും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ആണെങ്കിൽ നമുക്ക് സൗകര്യം. കറണ്ട് പിന്നെ അതിന്റെ ഒത്തിരി നൂലാമാലകളുണ്ട്. അപ്പൊ അതിലൊക്കെ സൗകര്യം. വിറക് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഡ്രയർ കിട്ടുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. മാത്രമല്ല നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പൊ ചക്ക തന്നെയാണെങ്കിൽ നമുക്ക് ചക്കയുടെ വെട്ടി ചുള തന്നെ നമുക്ക് എത്ര നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റും? ചുള റീസറിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ 1 മാസത്തോളൊക്കെ ഇരുന്നോളും. ഇത് ഉണക്കിയെടുക്കുന്നത് എങ്ങനെയാ? ചക്ക ഉണക്കിയെടുക്കുന്നത് നമ്മൾ ചക്ക അരിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ആവി കയറ്റണം. ആവി കയറ്റിയിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിലിട്ട് ആ വെള്ളം മാറുന്ന വെയിലത്തിട്ട് ഉണക്കിയാൽ മതി. വെയിലുള്ള സമയത്താണ് 2 ദിവസത്തെ വെയിൽ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഉണക്കിയെടുത്താൽ അത് പൊടിക്കാം, പുട്ടുണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, അപ്പം ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. വീണ്ടും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കിട്ടത്തില്ല. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം, കുതിർത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ പച്ചച്ചക്ക വേവിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കപ്പ നമ്മൾ ഉണക്കി വെക്കാറുണ്ടല്ലോ എന്നതുപോലെ ഇത് പറ്റുന്നില്ല. ചക്ക അത്രയും പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു വ്യത്യാസമുള്ളൂ. പിന്നെ ഇടിച്ചക്കയാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്തു വെക്കാം. ഇടിച്ചക്കയുടെ അച്ചാർ അതൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഇടിച്ചക്ക അച്ചാർ, കട്ട്ലൈറ്റ് ആണ് ഫേമസ് ആണ്. ചക്കമുള്ള എന്താ കൊടുക്കുന്നത്? ദാഹശമനി. ചക്കമുള്ളിന്റെ കൂട്ടത്തിൽ വേറെ 1-2 ഐറ്റം കൂടെ ചേർത്ത് ഉണക്കി പൊടിച്ചിട്ട് അത് ഷുഗർ പേഷ്യന്റിനൊക്കെ നല്ല ഇതാണെന്നാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം ഞങ്ങൾ പരീക്ഷിച്ച് കൊടുത്ത് ഞങ്ങൾ ഈ സ്റ്റാൾ ഇടുമ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ടുള്ള കാടമുട്ട അച്ചാറ്, അങ്ങനെ സദാ അച്ചാറല്ല, ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ കിട്ടും. അച്ചാർ തന്നെ കുറെ വെറൈറ്റി ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും അച്ചാർ ജാതിക്കയുടെ തൊണ്ട് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കും. പിന്നെ ഇലുമ്പമ്പുള്ളി സ്ക്വാഷ്, അതൊന്നും ചിന്തിക്കാൻ പറ്റുന്നതല്ല, അത് നല്ല ഇതാണ്. അപ്പൊ അതിനകത്തും കുറെ സംഭവങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. കാന്താരി ജ്യൂസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാന്താരി ജ്യൂസ്, കാന്താരി വൈനും ഒക്കെ ഉണ്ടാക്കാം. കാന്താരിയുടെ ഉണ്ട് അച്ചാറിടാലോ, കാന്താരി അച്ചാറിടാം. ഞാൻ പിന്നെ എന്റെ കൈ കിട്ടുന്നതെല്ലാം പരീക്ഷിക്കും. അത് അങ്ങനെ ഒരു ഇതുണ്ട്. ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാലും ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് എനിക്കൊരു സമാധാനം ആവുള്ളൂ. എന്നാലും എല്ലാ കാര്യത്തിനും സപ്പോർട്ടീവാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാ കാര്യത്തിനും
സപ്പോർട്ടാണ് ഞാൻ. ദേവസ്വം ചേട്ടൻ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അറിയാട്ടോ, ധാർമാർക്കാണേലും അറിയാം. മക്കള് 2 ആള്, ഒരു മോന് ഒരു മോള്. മോളുടെ വിവാഹം കഴിഞ്ഞ അവർ എറണാകുളത്താണ്. 2 കുട്ടികൾ. മോളുടെ പേര് ഡെൻസി, മോന്റെ പേര് ബ്രൈനോ, മോളുടെ പേര് എയ്മി, കുഞ്ഞുമോന്റെ പേര് എയ്ഡൻ. പിന്നെ ഇവിടെ മോനുള്ളത് ഡെന്നി, മരുമോളുടെ പേര് മെൽബി, മൂത്ത ആളുടെ പേര് അലിക്സ്, കൊച്ചുമോൻ. അവന് LKG പോകുന്നു, ഈ വർഷം ചേർത്തു. ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ഇപ്പൊ ആളടുത്ത മാസം ഡേറ്റ് ആയിട്ടിരിക്കുന്നു. മക്കളും കൊച്ചുമക്കളും ഒക്കെ അടങ്ങുന്ന എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും നന്നായി സഹകരിക്കുന്ന ഭർത്താവും എല്ലാം ഉൾപ്പെടുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിനോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കൃഷിഭവന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ ചക്കയിൽ നിന്നും ജാതിക്കായിൽ നിന്നും ഒക്കെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് മാർക്കറ്റിൽ എത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മാതൃകാ കർഷക കൂടിയിട്ടാണ് ശ്രീമതി സലോമി ദേവസിക്കുട്ടി ഇടപ്പുളവൻ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചതിന് നന്ദി. തോക്കുപാറയിലെ ഭക്ഷ്യവിഭവങ്ങളുടെ സംരംഭകയായ ശ്രീമതി സലോമി ദേവസിക്കുട്ടിയുമായി ഇതുവരെ സംസാരിച്ചത് ആന്റണി മുനിയറ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. 2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ഈ പരിപാടിയിൽ വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ തയ്യാറാക്കിയ ലേഖനം കേൾക്കാം. ചെറുമണി ധാന്യങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. മനുഷ്യന്റെ ആദ്യകാല ഭക്ഷണങ്ങളിൽ പ്രധാനമായിരുന്നു ചെറുമണി ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. ആഗോള ജനസംഖ്യയുടെ 1/3 വിഭാഗം ഇന്നും ഇവയെ മുഖ്യ ആഹാരമായി കരുതുന്നു. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ജനങ്ങൾ ഇന്നും കൂടുതലായി ഇവയെ ആശ്രയിക്കുന്നു. വരൾച്ചയിലും ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിലും ഇവ സമൃദ്ധമായി വളരുന്നു എന്നതാണ് ഇവയുടെ സവിശേഷത. ചെറിയ മധുരവും പരിപ്പുകളുടെ രുചിയുമുള്ള ഒരു വിശിഷ്ട വിഭവമായി ഇവയെ കണക്കാക്കാം. അരിയെ അപേക്ഷിച്ച് ഇവയിൽ കൂടിയ തോതിൽ ധാതുലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ധാതുലവണങ്ങളിൽ മഗ്നീഷ്യം, മാംഗനീഷ്, ഫോസ്ഫറസ് എന്നിവയുടെ തോത് ഗണ്യമായി കൂടുതലാണ്. മഗ്നീഷ്യം ഹൃദ്രോഗങ്ങൾ കുറയ്ക്കുമ്പോൾ ഫോസ്ഫറസ് കോശങ്ങളുടെ വളർച്ചയ്ക്കും ഊർജം പ്രദാനം ചെയ്യലിനും പ്രധാന പങ്കുവഹിക്കുന്നു. കൂടാതെ ഇവയിലടങ്ങിയ ഫൈറ്റോ കെമിക്കലുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും ക്യാൻസർ തടയാനും വരെ കാരണമാകുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ഗ്ലൂട്ടൻ അലർജിയുള്ളവർ ധാരാളമുണ്ട്. ഇവർക്ക് ചെറുമണി ധാന്യങ്ങൾ ഗുണപ്രദമാകുന്നു. കാരണം ഈ ധാന്യങ്ങൾ ഗ്ലൂട്ടൻ രഹിതമാണ്. പോഷകമൂല്യവും ഔഷധമേന്മയും കൂടിയതാണെങ്കിലും ഈ ചെറുധാന്യങ്ങളുടെ ഉപയോഗം ഇന്ന് നന്നേ കുറവാണ്. ഇവയിൽ നിന്നും സംസ്കരിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണിത്. ചെറുധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന പരമ്പരാഗത വിഭവങ്ങൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. കൂടാതെ ഇന്നത്തെ രുചിക്കനുസൃതമായ ബേക്കറി ഉൽപ്പന്നങ്ങളും ഇൻസ്റ്റന്റ് പ്രാതൽ വിഭവങ്ങളും മറ്റും നിർമ്മിച്ച് പ്രചരിപ്പിച്ചാലേ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണരീതിയിൽ സ്ഥാനം പിടിക്കുകയുള്ളൂ. ചെറുധാന്യങ്ങൾ പൊടിച്ചെടുത്തുണ്ടാക്കുന്ന മാവുകൊണ്ട് നമ്മുടെ രുചിക്ക് സ്വീകാര്യമായ ഇഡ്ഡലി, ദോശ, ഇടിയപ്പം, ചപ്പാത്തി, പുട്ട്, ഉപ്പുമാവ്, അട, പണിയാരം, വടക്കേ ഇന്ത്യയിലെ പലഹാരമായ കാക്ര എന്നിവയെല്ലാം വീണ്ടും പ്രചാരത്തിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. മധുര പലഹാരങ്ങളിൽ ഹൽവ, കൊഴുക്കട്ട, അതിരസം, പായസം, ലഡു എന്നിവ വീണ്ടും ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്താവുന്നതാണ്. മധുരപ്രിയരല്ലാത്തവർക്ക് വട, പക്കോട, ഓമപ്പൊടി, മുറുക്ക്, തട്ട, എരിവുള്ള കൊഴുക്കട്ട, തമിഴ്നാട്ടിലെ വടകം എന്നിവയും ഉണ്ടാക്കാം. ബേക്കറി ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്ന് പ്രിയമേറെ. ഏതു ചടങ്ങിനും ഇവ ആവശ്യമായ വിഭവങ്ങളായി മാറിയിരിക്കുന്നു. തിരക്കുള്ള വീട്ടമ്മമാർ ഇടയ്ക്കിടയ്ക്ക് ബ്രെഡ്, ബണ്ണ് എന്നിവയെ ആശ്രയിക്കുന്നുണ്ട്. മൈദയുടെ ദോഷങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അവയുടെ അനുപാതം കുറച്ചിട്ട് ചെറുധാന്യ പൊടികൾ പകരം ചേർത്ത് സ്വീകാര്യമായ ബ്രെഡ്, ബണ്ണ്, കേക്ക്, കുക്കീസ്, സൂപ്പ് സ്റ്റിക്ക്, എന്തിന് പിസ്സ ബേസ്, ഖാരി വരെ വിവിധ ഫുഡ് സയൻസ് ലാബുകളിൽ നിർമ്മിച്ചിരിക്കുന്നു. റാഗി ബിസ്ക്കറ്റ് വിവിധ കമ്പനികൾ കമ്പോളത്തിൽ ഇറക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും കൂടുതൽ പ്രിയമുള്ള വിഭവങ്ങളാണ് നൂഡിൽസ്, മാക്രോണി, പാസ്ത എന്നിവ. രുചിയേറിയതും ചിലവ് കുറഞ്ഞതും ഉണ്ടാക്കാൻ എളുപ്പവുമുള്ള വിഭവങ്ങളാണിവ. ഈ ഉൽപ്പന്നങ്ങളുടെ പോഷണ നിലവാരം മെച്ചപ്പെടുത്താനും രുചി കൂട്ടാനുമായി ഇവയുടെ കൂടെ മുട്ട, ഇറച്ചി, പച്ചക്കറികൾ എന്നിവ ചേർക്കപ്പെടുന്നു. എന്നാൽ ഇവയുടെ ഗുണമേന്മ ഒന്നുകൂടി കൂട്ടാൻ ചെറുധാന്യ മിശ്രണങ്ങൾ 30% വരെ ചേർത്ത വെർമിസെല്ലി, നൂഡിൽസ്, മാക്രോണി പോലത്തെ ഉൽപ്പന്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കമ്പോളത്തിൽ കണ്ടു തുടങ്ങിയിട്ടില്ലെന്ന് മാത്രം. അതുപോലെ തന്നെ പോപ്കോൺ, കോൺഫ്ലേക്സ് പോലത്തെ വിഭവങ്ങൾ ചെറുമണി ധാന്യങ്ങൾ കൊണ്ടും നിർമ്മിച്ചിട്ടുണ്ട്. വലുപ്പം കുറവായതും വെള്ളം ആഗിരണം ചെയ്യാൻ കഴിവുള്ളതും ഇവയുടെ നിർമ്മാണത്തിലേക്ക് സഹായകമാകുന്നു.
ഇവയുടെ നിർമ്മാണത്തിന് വിലയേറിയ പോപ്പിംഗ് മെഷീൻ, ഫ്ലേക്കിംഗ് മെഷീൻ തുടങ്ങിയവ വേണ്ടിവരുന്നു. പോപ്പ് ചെയ്ത് ഫ്ലേക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉപ്പുമാവ്, ബേൽപൂരി തുടങ്ങിയ വിഭവങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. ഇന്നത്തെ തിരക്കുപിടിച്ച കാലത്ത് എല്ലാവർക്കും എത്രയും വേഗം തയ്യാറാക്കാൻ പറ്റുന്ന വിഭവങ്ങളോടാണ് പ്രിയം. എന്നാൽ അവ വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ നിർമ്മിച്ചതും രുചിയുള്ളതും താങ്ങാവുന്ന വിലയ്ക്കും ലഭ്യമാകണം താനും. പുട്ട് മിക്സ്, ഇടിയപ്പം മിക്സ് എന്നിവ ഈ ഗണത്തിൽ പെടുന്നവയാണ്. റാഗിയും തിനയും മറ്റും ചേർന്ന കൂട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ചെറുമണി ധാന്യങ്ങളെ കുതിർത്ത് ആവശ്യമെങ്കിൽ പുളിപ്പിച്ച് മില്ല് ചെയ്തിട്ടാണ് അവയിൽ നിന്നും വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന മാവിനെ എക്സ്ട്രൂഡർ ഉപയോഗിച്ചോ ഓവൻ ഉപയോഗിച്ചോ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ മറ്റു മാവുകളുമായി മിശ്രിതപ്പെടുത്തി മൾട്ടിഗ്രെയിൻ മിക്സുകൾ നിർമ്മിക്കാവുന്നതാണ്. ഇവ കുറുക്കി ഉപയോഗിക്കുന്ന ഭക്ഷണരീതി പ്രായമായവർക്ക് നല്ലതാണ്. അല്ലെങ്കിൽ പ്രാതൽ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും ജലക്ഷാമത്തെയും വരൾച്ചയെയും അതിജീവിക്കാൻ കഴിവുള്ള ഈ പോഷകസമൃദ്ധമായ വിളയെ നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്കായി മുതലാക്കേണ്ടതുണ്ട്. കൂടാതെ ചെറുധാന്യങ്ങൾ കേടാകാതെ ഇരിക്കുന്ന കാലം മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് കൂടുതലുമാണ്. അവയിലുള്ള പോളിഫിനോളുകളാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ ഇവയെ പ്രചരിപ്പിക്കേണ്ടത് കാർഷിക സംസ്കാരത്തിൽപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ തയ്യാറാക്കിയ ലേഖനമാണ് ശ്രോതാക്കൾ കേട്ടത്. നിങ്ങൾ കേട്ടത് 2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം. श्री अन्न की खेती खुशियां है देती। माननीय प्रधानमंत्री जी की दूरदर्शी सोच का ही परिणाम है कि दुनिया में श्री अन्न की मांग बढ़ने लगी है, जिसका सीधा लाभ श्री अन्न उत्पादक किसानों को मिल रहा है। भारत में मिलेट्स के अनेक प्रकार हैं, अनेक नाम हैं। उसके प्रोत्साहन के लिए भी अनेकविध योजनाएं बनाई गई हैं। इसलिए अब इस सुपर फूड को दी गई प्राथमिकता से देश के छोटे किसानों, हमारे आदिवासी भाई बहन जो किसानी करते हैं, उनको आर्थिक संबल मिलेगा और देशवासियों को एक स्वस्थ जीवन मिलेगा। माननीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में सरकार द्वारा किए गए प्रयासों का परिणाम है कि आज देश के किसान श्री अन्न की खेती के लिए न सिर्फ प्रोत्साहित हुए हैं, बल्कि उन्होंने सफलता की नई कहानियां रचनी भी शुरू कर दी हैं। कर्नाटक राज्य के मैसूर जिले के गोपालपुरा गांव के सिद्धगौड़ा एक ऐसे प्रगतिशील श्री अन्न किसान हैं, जिन्होंने अपनी लगन और मेहनत से अपनी एक अलग पहचान बनाई है। आज सिद्धगौड़ा गोपालपुरा गांव के तमाम किसानों के लिए एक आदर्श हैं। सिद्धगौड़ा ने इंटीग्रेटेड फार्मिंग सिस्टम को अपनाकर वर्ष 2020-21 में अपनी आय दोगुनी की है। पहले आप श्री अन्न बिखेर कर खेती करते थे तो 14,000 रुपए प्रति एकड़ की कमाई करते थे, लेकिन क्यारी की तरह लाइन लाइन से रागी की फसल को उगाकर आपने 28,000 रुपए प्रति एकड़ का लाभ प्राप्त किया है। लाइन में रागी की बुआई करने के कारण सिद्धगौड़ा ने प्रति हेक्टेयर 9 क्विंटल रागी और अंतर फसल के तौर पर 4 क्विंटल दाल की फसल पैदा की। कृषि विभाग के अधिकारियों द्वारा गांव में की गई चर्चा के दौरान आपने रागी की लाइन बुआई और इंटीग्रेटेड फार्मिंग के बारे में जाना। लाइन में बुआई बेहतर अंकुरण सुनिश्चित करती है और इसमें बीज की आवश्यकता भी कम होती है। साथ ही इसमें खरपतवार का बेहतर प्रबंधन संभव है, जिससे उत्पादकता और कमाई में वृद्धि होती है। 6 एकड़ में हम रागी उगाते हैं। पहले बिखेर कर उगाते थे, लेकिन वो सही उपज नहीं दिया। बाद में हमने कृषि अधिकारी से मदद ली, गाय का गोबर डाला, इससे हमें अच्छी फसल मिली, जिससे बेच के हमें बहुत लाभ मिला। पहले 6 क्विंटल रागी मिलता था, अभी 15 से 20 क्विंटल रागी मिलता है। 10 क्विंटल दाल, ये सब भी हमने उगाया। सिद्धगौड़ा की तरह ही कर्नाटक राज्य के तुमकुर जिले के हेमदोर गांव के एक लाभार्थी किसान हैं HK रघु। HK रघु अपने खेतों में तो सावा की खेती करते ही हैं, साथ ही जमीनों को लीज पर लेकर रागी भी उगाते हैं। HK रघु ने अपनी प्राइमरी प्रोसेसिंग मशीनें भी लगाई हैं। रघु के यहाँ किसान अपने श्री अन्न की प्रोसेसिंग भी कराने आते हैं। रघु श्री अन्न की प्रोसेसिंग के बाद उन्हें पैक करते हैं, जिन्हें लोग उनसे खरीदने आते हैं। साथ ही वो पैक्ड श्री अन्न की मार्केटिंग शहरों में भी करते हैं। जो भी मैं ग्रो कर रहा हूँ,
उसे अपने ही मिल में तैयार करता हूँ और बेचता हूँ। अगर मैं सिर्फ रॉ मटेरियल बेचूंगा तो मेरा लाभ कम होगा। हम तैयार किया हुआ सावा को बेचेंगे तो लाभ ज़्यादा है, 25% एक्स्ट्रा मिलता है लाभ। HK रघु आसपास के किसानों को श्री अन्न की खेती के लिए प्रेरित भी करते हैं। तुमकुर जिले के भूपसेंद्रा गांव के किसान कृष्णप्पा डी ज्वार और कोडो की खेती करते हैं। कृषि अधिकारियों से श्री अन्न की खेती के वैज्ञानिक तरीके सीखने के बाद कृष्णप्पा डी अपने बेटे के साथ ब्रॉडकास्टिंग की जगह स्पेसिंग तकनीक से कोडो की लोकल वैरायटी उगाते हैं। 1 एकड़ से 6 क्विंटल तक कोडो की खेती करके आप 60,000 रुपए कमाते हैं और अपने परिवार को बेहतर स्वास्थ्य और खुशियां देते हैं। मैं कृष्णप्पा का बेटा हूँ। पिछली बार 2 एकड़ में हमने कोडो ग्रो किया, 16 क्विंटल मिला। 8 क्विंटल हमने यूज़ किया और 8 सेल किया। 60,000 का प्रॉफिट हमें मिला। वो पैसा हमने खेती में डाला। इस साल फिर हमने कोडो किया है। कृषि अधिकारी से हमें अच्छी सलाह मिली, कौन सा गोबर डालना है करके उन्होंने बताया। कोडो के बीच में हमने तुअर दाल डाली, जिससे हमें और लाभ मिल गया। इसलिए हमने अंतर फसल के तौर पर तुअर दाल को डाला। श्री अन्न की खेती के पारंपरिक तरीकों की जगह वैज्ञानिक तरीके अपनाने से देश भर में किसानों के चेहरों पर खुशहाली आ रही है। സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.